നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. അതിൽ ഗ്രഹങ്ങളുടെ മാറ്റം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഗ്രഹം ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂമിയുടെ സഞ്ചാരത്തിനനുസരിച്ച് സ്ഥാനമാനങ്ങൾക്ക് വ്യത്യാസം വരുന്നതനുസരിച്ച് സ്ഥാനത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഓരോ കൂറുകാർക്കും, അതായത് ഓരോ രാശിക്കാർക്കും അതിൻ്റേതായ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ദിവസങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ സൂര്യൻ ഒരു മാസക്കാലം ഒരു രാശിയിൽ നിലനിൽക്കും. സൂര്യനെ ആസ്പദമാക്കിയാണ് മാസങ്ങൾ. മേടം തൊട്ട് മീനം വരെ 12 മാസം കൊണ്ടേ സൂര്യൻ ഭ്രമണപഥം പൂർത്തിയാക്കുകയുള്ളൂ. ശനിയാവട്ടെ 2.5 വർഷക്കാലം എടുക്കും ഒരു രാശിയിൽ നിന്ന് വേറൊരു രാശിയിലേക്ക് പോകാൻ. പൂർണ്ണമായി ചുറ്റി വരാൻ വേണ്ടി 30 വർഷക്കാലം എടുക്കും. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കറങ്ങി വരുന്ന ഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ഒരാളിനെ എഫക്റ്റ് ചെയ്യുന്നത് വ്യാഴം, അതായത് ജ്യോതിഷ ഗുരു. വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താണ്? ധനത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം. ഒരാളിൻ്റെ സാമ്പത്തിക സ്ഥിതി, നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സാമ്പത്തിക സ്ഥിതിക്കാണ്. നമ്മൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ധനത്തിന് സമം ധനം തന്നെയാണ്. കാരണം നമ്മളെല്ലാം ഈ ധനം എന്ന് പറഞ്ഞ ഒരാവശ്യം ഇല്ലായിരുന്നെങ്കിൽ ആരും തന്നെ അധ്വാനിക്കൂലായിരുന്നു. അപ്പോൾ അധ്വാനിക്കുന്നതിൻ്റെ ലക്ഷണം നമുക്ക് ധനമല്ലെങ്കിൽ ആ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുക എന്നത് തന്നെയാണ്. അപ്പോൾ ഒരാളിൻ്റെ നേട്ടത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം സാധാരണയായി ഒരു വർഷക്കാലയളവ് ആണ് ഒരു രാശിയിൽ നിലനിൽക്കണേ. ഒരു വർഷം അങ്ങനെ 12 വർഷം കൊണ്ട് 12 രാശികൾ പാസ് ചെയ്യും. അപ്പോൾ 12 വർഷക്കാലം എടുക്കും വ്യാഴം ഒരു പ്രാവശ്യം ചുറ്റി വരാൻ. ഇതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് നമ്മൾ പറയും. ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷക്കാലം. ആ വ്യാഴം ഇതാ മാറാൻ പോവുകയാണ്. എന്നാണ് വ്യാഴമാറ്റം സംഭവിക്കാൻ പോണേ? വ്യാഴമാറ്റം സംഭവിക്കാൻ പോണത് 2026 ജൂൺ മാസം 2-ാം തീയതി വെളുപ്പാ രാവിലെ ആകുമ്പോൾ മാറും. അതായത് 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി വ്യാഴം എവിടത്തേക്ക് മാറും? ഇടവം രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറും. എവിടെ നിന്ന്? മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറും. കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. 12 രാശികളിൽ ഭഗവാന്റെ ഉച്ചരാശി ഒന്നേ ഉള്ളൂ, ഗുരുവിൻ്റെ ഉച്ചരാശി. അതാണ് കർക്കിടകം. ഉച്ചത്തിൽ വ്യാഴം പ്രവേശിക്കുകയാണ്. വ്യാഴത്തിൻ്റെ ഉച്ചബലം പൊതുവേ വളരെ ദോഷഫലത്തെ കൊടുക്കത്തില്ല. ഉച്ചത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രകാശം കിട്ടുമെന്നാണ്. ചില രാശികളിലേക്ക് അതിൻ്റെ പ്രകാശം മറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഗുണം കിട്ടാതെ പോകും. ഉച്ചത്തിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രമേ വ്യാഴം ഉച്ചത്തിൽ വരത്തുള്ളൂ ഒരു വർഷം. അതാദ്യം മനസ്സിലാക്കണം.
12 വർഷത്തിൽ ഒറ്റ വർഷം മാത്രമേ ഉച്ചത്തിൽ വ്യാഴനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഗുണപ്രദമായ അവസ്ഥകൾ കിട്ടാൻ യോഗമുള്ളവർക്ക് നമുക്ക് അപ്രതീക്ഷിതമായി നേട്ടഫലങ്ങൾ പ്രദാനം ചെയ്തു തരും. നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടം കിട്ടും. ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴന് ലക്ഷം ദോഷം ഉണ്ടെങ്കിലും മാറ്റാനുള്ള ശക്തിയുണ്ട്. ആ വ്യാഴമാണ് ഉച്ചത്തിൽ വരണേ. അപ്പോൾ അത്രയും നമ്മളെ ഉയർച്ച തരേണ്ടത് ഉയർച്ചയിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ 12 രാശികളിൽ പെടുന്ന ആൾക്കാർക്ക് ഉച്ചത്തിലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ പ്രകാശം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുണം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജാതക പ്രകാരം തന്നെ 2027 ജൂൺ മാസം 25-ാം തീയതി വരെ നിൽക്കും. ഇതിനിടയ്ക്ക് വെച്ച് വ്യാഴന് അടുത്ത രാശിയിലേക്ക് വക്രഗതി അടുത്ത രാശിയിലേക്ക് പോവും. ഇടയ്ക്ക് കുറച്ച് ദിവസം അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. വക്രഗതി പൂർവ്വഗതി ഫലത്തെ കൊടുക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ അയ്യോ ഇടയ്ക്ക് വെച്ചൊരു മാറ്റം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭയക്കേണ്ടതില്ല. വക്രഗതി പൂർവ്വഗതി ഫലത്തെ കൊടുക്കും. നമ്മളെ വീട് തന്നെയാണ്. നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒരു ടൂറ് പോകണു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫലം കുറഞ്ഞു പോകുന്നു, അതിൻ്റെ റേഡിയേഷൻ അതിൻ്റെ പ്രകാശം കിട്ടാതെ പോകുന്നു എന്ന് മാത്രം. അപ്പോൾ കർക്കിടക രാശിയിലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. മേടക്കൂറുകാർക്ക് ഈ രാശിയിൽ നിൽക്കുന്ന വ്യാഴം എങ്ങനെ ഫലത്തെ കൊടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കാവിട്ട് വ്യാഴം 3-ൽ നിൽക്കുന്ന സമയമാണ്. എന്ന് വെച്ചാൽ വളരെ മോശ സമയം എന്ന് വേണമെങ്കിൽ പറയാം. 3-ലെ വ്യാഴം മുടിഞ്ഞു പോകുമെന്നാണ്. വ്യാഴം നിൽക്കുന്നത് തന്നെ ശത്രുക്ഷേത്രസ്ഥനായി നിൽക്കുന്ന വ്യാഴമാണ്. ശത്രുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന വ്യാഴം. അപ്പോൾ എന്തു ചെയ്യും? നമുക്ക് ശത്രുത, സാമ്പത്തിക നഷ്ടം, മുടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പൈസ നിൽക്കത്തേയില്ല. 100 വരുമ്പോൾ 150ൻ്റെ ചിലവ് വരും. ശത്രുക്കളുടെ എണ്ണം കൂടും. അപ്പോൾ പലതരത്തിലുള്ള വിഷമാവസ്ഥകളെ കൊടുക്കും. അതിൻ്റെ കൂടെ 7-ാണ്ട ശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? ശനിയും കൂടി വ്യാഴൻ്റെ സപ്പോർട്ടില്ലാത്തത് കൊണ്ട്, വ്യാഴം സ്ട്രോങ്ങായി നിന്നാൽ വ്യാഴൻ്റെ പ്രകാശം കൊണ്ട് ശനി, ഞാൻ പറഞ്ഞു ലക്ഷം ദോഷമുണ്ടെങ്കിലും ഗുരുയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോവും. അപ്പോൾ അതിനെ സപ്പോർട്ടില്ലാതെ നിൽക്കുന്ന സമയമായതുകൊണ്ട് സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മനസ്സമാധാനമില്ലായ്മ, എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം, ഇങ്ങനെ നമ്മളെ പലതരത്തിൽ ബാധിച്ചുകൊണ്ടിരുന്ന ആ കഷ്ടകാല സമയം ഇതാ 4-ലേക്ക് വ്യാഴം മാറി വരികയാണ്. 4-ലേക്ക് വരുമ്പോൾ സാമ്പത്തിക നേട്ടം മാത്രമല്ല, മനസ്സമാധാനം കിട്ടും, കുടുംബസൗഖ്യം വരും, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനാദിഭാഗ്യങ്ങൾ സിദ്ധിക്കും, ഗ്രഹം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരോ ഗ്രഹം മാറാൻ ആഗ്രഹിക്കുന്നവർക്കോ അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ വാഹനാദിഭാഗ്യം, അതുപോലെ സാമ്പത്തിക പുരോഗതി, വാഹനഭാഗ്യം, ധന നേട്ടം, ഗ്രഹനിർമ്മാണം, അല്ലെങ്കിൽ ഗ്രഹം വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് അല്ല ക്രയവിക്രയങ്ങൾക്ക് വരെ അനുകൂലപ്രദമായി തീരും. അതുമാത്രമല്ല, വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ അനുകൂലപ്രദമാണ്. അപ്പോൾ മേടക്കൂറുകാർ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരെയുള്ള മേടക്കൂറുകാരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷത്തെ ഇതാ പ്രദാനം ചെയ്ത് തരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അത്രയ്ക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചു പോവുക. ഈ ഒരു വർഷത്തെ മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ശമനം വരാൻ പോകുന്നു എന്ന് അവരറിയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടാവും. അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അവർ മാറി നിൽക്കുന്നവർ രംഗത്ത് വരും, ഓരോ കാര്യങ്ങൾ ചെയ്യും, അതിന് അവരെ സഹായിക്കും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും, എല്ലാ മേടരാശിക്കാർക്കും വേടൻ്റെ പൂർണ്ണ ഫലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.